തുർക്കിയും ഇസ്രായേലും തമ്മിൽ വേർപിരിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. വ്യോമാതിർത്തി അടച്ചതായി തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ പ്രസ്താവിച്ചു. ഇനി തങ്ങളുടെ ആകാശം ഉപയോഗിച്ചോ തുറമുഖം ഉപയോഗിച്ചോ ഇസ്രായേൽ യാത്ര ചെയ്യാൻ പാടില്ല. അവരുടെ എല്ലാ കപ്പലുകളും നിരീക്ഷണത്തിന് വിധേയമാക്കും. ആയുധങ്ങളും വെടിക്കോപ്പുകളും വഹിച്ചുകൊണ്ട് എത്തുന്ന കപ്പലുകൾ തങ്ങൾ പിടികൂടും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിൽ ഒന്ന്, കഴിഞ്ഞ മാസം ഉണ്ടായിരിക്കുന്ന യുദ്ധം, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസത്തിൽ ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി. പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ രണ്ടിലധികം പ്രാവശ്യമെങ്കിലും ഇത്തരം ഒരു പ്രവൃത്തി ഇസ്രായേൽ ചെയ്തിട്ടുണ്ട് എന്ന് തുർക്കിക്ക് ബോധ്യമാവുകയും തുർക്കി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അത്തരമൊരു സംഭവം ഇനി ഉണ്ടാവാൻ പാടില്ല, തങ്ങൾ പ്രതിരോധിക്കും എന്ന തരത്തിലാണ്. ഇപ്പോൾ അതികഠിനമായിരിക്കുന്ന ഒരു നിലപാടിലേക്ക് തുർക്കി എത്താനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം യമനിൽ നടത്തിയിരിക്കുന്ന കൂട്ടക്കുരുതിയാണ്. ഭീകരവാദികൾ നടത്തുന്ന തരത്തിലുള്ള ക്രൂരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് യമൻ്റെ അകത്ത് ഇസ്രായേൽ നടത്തിയത്. അത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതോടനുബന്ധിച്ചാണ് തുർക്കി നിലപാട് കണിശമാക്കിയത്